ഇത്രയും വലിയൊരു ഓപ്പറേഷന് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ ആളില്ലാതെ, നായകനില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവരുത്. കാരണം വലിയൊരു മൂവ്മെന്റ് നടക്കുകയാണ്. ആ മൂവ്മെന്റ് നടക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റം ഇതിനെ ബാധിക്കോ ഇല്ലേ എന്നുള്ള ഭരണം ആരെ മാറ്റേണ്ട തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ്. പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ അത് ബാധിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. കാരണം അത്ര ശക്തമായ രീതിയിൽ ജനവികാരം ഇവിടെ ഉണ്ട്. ആ ജനവികാരത്തിനനുസരിച്ച് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ കടുവയെ പിടിക്കണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊരു മൂവ്മെന്റും ഓപ്പറേഷൻ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു മാറ്റം ഇതിനെ ബാധിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ. ഈ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഈ സ്ഥലം മാറ്റം എന്നൊരു ആക്ഷേപം കൂടി വരുന്നത്. അല്ല, ഇതുകൊണ്ടൊന്നും മുഖം രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ 2 മാസം മുമ്പ് അപകടകരമായ അവസ്ഥയാണ്. ഏത് നിമിഷവും പുലിയായാലും കടുവയായാലും ചാടി വീഴുന്ന സാഹചര്യമുണ്ട്. ജനജീവിതം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയിലാണുള്ളത്. എപ്പോൾ വേണമെങ്കിൽ അപകടം സംഭവിക്കാം എന്ന് ഞാൻ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നിയമസഭയിൽ. ആ നിയമസഭയിൽ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞു. ആ 2 മാസത്തിനിടയിൽ തന്നെ നിർഭാഗ്യകരമായ കാര്യം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വീഴ്ച വന്നു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് ആ വീഴ്ച വന്നത് അത് അംഗീകരിച്ചേ പറ്റൂ. അത് ആരും മേലെ ചുമലിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇനി എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുക, ഇനി ഇത്തരത്തിലുള്ളൊരു ദുരന്തം ഇല്ലാതിരിക്കുക, മനുഷ്യജീവന് അപകടം പറ്റുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കുക, അതിനു വേണ്ടിയുള്ള അടിയന്തര ഇടപെടലാണ് വേണ്ടത്. ആ